പരിശോധിച്ച് ഡോക്ടർ ഞെട്ടിപ്പോയി. നായയുടെ കണ്ണുകൾ പോലെ പെൺകുട്ടിയുടെ കണ്ണുകൾ വളരെ ചുരുങ്ങിയിരുന്നു. എന്നും ജോലിസ്ഥലത്തേക്ക് പോകുന്ന യുവതി എല്ലാ ദിവസവും അവിടെയുള്ള തെരുവ് നായയ്ക്ക് ഭക്ഷണം കൊണ്ട കൊടുക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നായയുടെ അടുത്തേക്ക് യുവതി ചെന്നു. പതിയെ അടുത്തിരുന്നു. അവൾ അതിനെ തലോടാൻ തുടങ്ങി. നായ പെട്ടെന്ന് തല കുടഞ്ഞു. അപ്പോഴാണ് നായയുടെ കണ്ണിൽ നിന്ന് എന്തോ ഒരു സ്രവം യുവതിയുടെ കണ്ണിൽ പോകുന്നത്. പതിവില്ലാതെ കണ്ണിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയായിരുന്നു യുവതിക്ക്. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയമായതിനാൽ സുഹൃത്തിനെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. നേരെ കാഷ്വാലിറ്റിയിലേക്കായിരുന്നു അവർ പോയത്. നേഴ്സുമാർ തലങ്ങും വിലങ്ങും പരിശോധിച്ചെങ്കിലും യുവതിയുടെ ശരീരത്ത് വേറൊരു കുഴപ്പങ്ങളും ഇല്ലാതിരുന്നു. അതിനാൽ തന്നെ എന്താണ് അസുഖമെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബ്ലഡ് പരിശോധനയിലൂടെ പോലും എന്താണ് അസുഖമെന്നും ഏത് വൈറസാണ് യുവതിയുടെ ശരീരത്ത് കയറിയതെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് യുവതിയുടെ കണ്ണിലെ സ്രവമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചത്. അപ്പോഴാണ് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഞെട്ടിത്തെറിച്ചത്. നായകളുടെ കണ്ണിലെ സ്രവങ്ങൾ പോലെ യുവതിയുടെ കണ്ണിലെ സ്രവങ്ങളും ഒഴുകാനും രൂപമാറ്റം ചെയ്യാനും തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഇത് വലിയൊരു വാർത്തയിലേക്ക് നടക്കുന്നത്. നായകളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ആദ്യം ഇതൊന്നും കാര്യമാക്കിയെടുത്തിരുന്നില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയായിരുന്നു. യൂട്യൂബിലും ആനിമൽ റെസ്ക്യൂവിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും എല്ലാം പരിശോധിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ യുവതിയിരുന്നു. പക്ഷേ എല്ലാവരും അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ മക്കളെപ്പോലെയല്ലേ നമ്മൾ അവരെ കാണേണ്ടത് എന്നൊക്കെയായിരുന്നു മറുപടി. പക്ഷേ യുവതി മാനസികമായി തളർന്നു പോയിരുന്നു. കാരണം സ്വന്തം മക്കളെപ്പോലെ കണ്ടിരുന്നതാണ് നായകളെ, അതും തെരുവ് നായകളെ. എല്ലാ ദിവസവും തെരുവ് നായയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്നു യുവതി. ഒടുവിൽ യുവതിയുടെ കണ്ണിന് ചികിത്സ ചെയ്യാൻ വേണ്ടി യുവതി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാകുകയായിരുന്നു. സർക്കാർ ആശുപത്രികളിലൊന്നും ഈ ഒരു ചികിത്സയ്ക്ക് മരുന്ന് ലഭ്യമായിരുന്നില്ല. അവസാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ റിസ്ക് എടുത്ത് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആദ്യം കണ്ണിൻ്റെ പുറമേയുള്ള പാളി നീക്കണം. അതായിരുന്നു ആദ്യത്തെ ഘട്ടം. കാരണം നായകളുടെ ശരീരത്ത് കാണുന്ന സ്രവങ്ങളെല്ലാം ഈ ഒരു കണ്ണിൽ അകപ്പെട്ടിരുന്നു. അവ പതിയെ പുഴു വരാൻ തുടങ്ങിയൊരവസ്ഥ രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു അത്ഭുതം നടന്നു. യുവതി ഭക്ഷണം കൊടുത്ത നായ 2 ദിവസത്തിനുള്ളിൽ മരിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരായിരുന്നു ഈയൊരു വിവരം യുവതിയെ അറിയിക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവതിക്ക് പൂർണ്ണമായി കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഓപ്പറേഷന് പൂർണ്ണ സമ്മതത്തോടുകൂടി ഒപ്പിട്ട് കൊടുത്ത മാതാപിതാക്കൾ വരെ ഞെട്ടിത്തരിച്ചു പോയിരുന്നു. ഒരു ഉപദ്രവവും ആർക്കും ചെയ്യാത്ത യുവതിക്കാണ് ഈ ഒരു ഗതി വന്നത്. തൻ്റെ കാഴ്ച 50% ചുരുങ്ങിയിരുന്നു. ഡോക്ടർമാർ ഉടൻ തന്നെ മാതാപിതാക്കളെ റൂമിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഒരു 2 മാസത്തിനുള്ളിൽ യുവതിയുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരിക്കും. അതല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഒരു കണ്ണ് മാറ്റിവെക്കണം. പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ണ് മാറ്റിവെക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അത് അത്ര പോസിബിൾ ആയിരിക്കില്ല എന്നും യുവതിയുടെ മാതാപിതാക്കളോട് ഡോക്ടർ പറയുകയുണ്ടായി. അങ്ങനെ 2 മാസത്തിന് ശേഷം യുവതിയുടെ കാഴ്ച മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കുന്നു. കലി പൂണ്ട യുവതിയുടെ മാതാപിതാക്കൾ തെരുവിൽ കാണുന്ന നായകളെയെല്ലാം അടിച്ചു കൊല്ലാനൊരുങ്ങി. ഓരോ നായകൾ ഓരോ ദിവസം ചെല്ലുന്തോറും മരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ വഴിയിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. തെരുവ് നായ്ക്കളെ കൊല്ലുന്നവർക്ക് 5000 രൂപ വെച്ച് പാരിതോഷികം നൽകുമെന്ന്. തൻ്റെ ഏക മകളുടെ കാഴ്ച നഷ്ടപ്പെടുത്തി അവളുടെ ജീവിതം നശിപ്പിച്ച തെരുവ് നായകളോടുള്ള പകയാണ് ഇന്നും വഴിയരികിൽ ഈ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്.